ഹലോ എവ്രി വൺ, വെൽക്കം ടു വർക്കീസ് ഇംഗ്ലീഷ് ലേണിംഗ്. ഈ വീഡിയോയിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഉള്ളത്. അതിലെ ആദ്യത്തെ 5 പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് ആദ്യം നോക്കാം. ഏതൊരു വാക്ക് പറയുമ്പോഴും അത് ഏതെങ്കിലും പാർട്സ് ഓഫ് സ്പീച്ചിന്റെ അണ്ടറിൽ വരും. എന്ത് പറയുമ്പോഴും ഓക്കെ. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് നൗൺ. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര്. എന്തിന്റെ പേരും നൗണിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, നൗൺ എന്ന് പറയുമ്പോൾ നെയിം എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് എക്സെട്ര. എന്തിന്റെ പേരും ആയിക്കോട്ടെ, ഒരാളുടെ പേരാവാം, ഒരു സ്ഥലത്തിന്റെ പേരാവാം, ഒരു തിങ്, ഒരു ഒബ്ജക്റ്റിന്റെ പേരാവാം, എന്ത് പേരാണെങ്കിലും അത് നൗൺ എന്നാണ് പറയാം. എക്സാമ്പിൾ ഞാനിവിടെ ഓരോന്നിന്റെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. പേഴ്സൺ ആണെങ്കിൽ അലൻ എന്ന് പറയുന്ന ഒരു പേര്, പ്ലേസ് ആണെങ്കിൽ എറണാകുളം എന്ന് പറയുന്ന സ്ഥലം, തിങ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പെൻ, പെൻസിൽ, ചെയർ അതെടുക്കാം. പിന്നെ ഇവിടെ നോക്കി ഞാൻ ബേർഡിന്റെ പേരായിട്ട് എഴുതിയാണ്. സോ പാരറ്റ് എന്നുള്ള പേര്. അപ്പോൾ പേരാണെങ്കിൽ അത് നൗൺ ആണ്. ഓക്കെ, എന്ത് പേരും നൗണിൽ വരും, അങ്ങനെ ഓർത്താൽ മതി. രണ്ടാമത്തേതാണ് പ്രൊനൗൺ. വേർഡ്സ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ. എപ്പോഴും ഈ പേര് തന്നെ റിപ്പീറ്റഡ് പറയാതെ നമുക്ക് പ്രൊനൗൺ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു പേര് തന്നെ റിപ്പീറ്റഡ് പറഞ്ഞു പറഞ്ഞ് ബോറടിക്കാതെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഷീ ഉപയോഗിക്കാം, ഹി ഉപയോഗിക്കാം, അവൾ, അവൻ, ഓക്കെ. അല്ലെങ്കിൽ പേര് തന്നെ പറയാതെ നീ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ഐ, യു, വി, ദേ, ഹി, ഷീ, ഇതൊക്കെ പ്രൊനൗൺസിൽ വരുന്നതാണ്. പേരിന് പകരമായിട്ട് ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം, വേർബ്. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തിയെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് വേർബ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കാം. റൺ, ഗോ, പ്രോമിസ്, ഇതൊക്കെ. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, വേറെ ഒരെണ്ണം പറയുന്നത് തിങ്ക്. തിങ്ക് ചെയ്യുന്നത് ഒരു പ്രവൃത്തിയാണ്, അതും വേർബിൽ വരുന്നതാണ്. ഓരോ പാർട്സ് ഓഫ് സ്പീച്ചും പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നൗൺ എടുക്കുകയാണെങ്കിൽ അബ്സ്ട്രാക്ട് നൗൺ, കോൺക്രീറ്റ് നൗൺ, പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അങ്ങനെ കൗണ്ടബിൾ, അൺകൗണ്ടബിൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അതേപോലെ വേർബ്സ് എടുത്താലും പ്രൊനൗൺ എടുത്താലും എല്ലാം പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ബേസിക് മാത്രമാണ് ഇപ്പൊ ഇതിൽ നോക്കുന്നുള്ളൂ. ഇനി അടുത്തത് അഡ്വേർബ് നോക്കാം. ഈ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകൾ, അതായത് വേർഡ്സ് ഡിസ്ക്രൈബ് എ വേർബ്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്ക്. പെട്ടെന്ന് ഓടാൻ പറയാണെന്ന് വിചാരിക്കുക. ഓടുക എന്നുള്ളത് വേർബാണ്, റൺ എന്ന് പറയുന്ന വേർബാണ്. പെട്ടെന്ന് ഓടുക എന്ന് പറയുമ്പോൾ അത് അഡ്വേർബ് ആണ്. അതായത് ഓടാൻ പറയുമ്പോൾ എങ്ങനെ ഓടണം, ആ ഒരു ഓടുക എന്നുള്ള വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്, പെട്ടെന്ന് ഓടിക്കോ എന്ന് പറയുന്നത്. സോ അവിടെ റൺ ക്വിക്ലി എന്ന് പറയുമ്പോൾ റൺ എന്നുള്ളത് വേർബും ക്വിക്ലി എന്നുള്ളത് അഡ്വേർബുമാണ്. അതായത് വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അഡ്വേർബ്. അടുത്തത് ഇവിടെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, സോഫ്റ്റ്ലി. ഷീ സ്പോക്ക് സോഫ്റ്റ്ലി. അവള് സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. അവിടെ സ്പോക്ക് എന്ന് പറയുന്ന വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സോഫ്റ്റ്ലി എന്ന് പറയുന്ന ആഡ്വേർബ് ആണ് ഉപയോഗിച്ചത്. അടുത്തതും കൂടെ നോക്കാം, അഡ്ജക്റ്റീവ്. വേർഡ്സ് ഡിസ്ക്രൈബ് എ നൗൺ ഓർ പ്രൊനൗൺ. ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രൊനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ. അതായത് ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, അവൾ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ ഗേൾ എന്നുള്ളത് ഒരു കോമൺ നൗൺ അല്ലെങ്കിൽ നൗണിൽ വരുന്നതാണ്. ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു വാക്ക് കൂടി ഉപയോഗിച്ചു. ആ വാക്കിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രൊനൗണിനെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് എന്ത്, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് 5 പാർട്സ് ഓഫ് സ്പീച്ച്. ഇനിയുണ്ട് പ്രിപ്പോസിഷൻ, ഇന്റർജെക്ഷൻ, കൺജങ്ഷൻ, ഇതും കൂടി നമുക്കുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.